വർഷം 2014. വീരേന്ദർ സെവാഗ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കാലത്തിലൂടെ കടന്നു പോകുകയാണ്. ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ അയാൾക്ക് മുന്നിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അടഞ്ഞുകിടന്ന കാലം. ഫോമില്ലാതെയായതോടെ സെവാഗ് എന്ന ബ്രാൻഡിൽ പടുത്തുയർത്തപ്പെട്ട ഡൽഹി ഡെയർ ഡെവിൾസും അയാളെ കൈവിട്ടു. ഒടുവിൽ IPL ലേലത്തിൽ വെറും 3.2 കോടിക്ക് പ്രീതി സിൻഡ് സെവാഗിനെ പഞ്ചാബിലെടുത്തു. അതോടെ രാജ്യമെമ്പാടുമുള്ള വീരുവിൻ്റെ ആരാധകരും സെവാഗിനൊപ്പം പഞ്ചാബിലേക്ക് കുടിയേറി. അങ്ങനെ ആ വർഷത്തെ IPL സീസണ് കൊടിയേർന്നു. ക്രീസിൽ കണ്ടത് ഇതുവരെ കാണാത്ത വീരേന്ദർ സെവാഗിനെയാണ്. കണ്ണട വെച്ച് ബാറ്റ് ചെയ്യുന്ന പോയ കാലത്തെ ആവേശമൊന്നുമില്ലാത്ത വീരേന്ദർ സെവാഗ് ഒരു റിട്ടയേർഡ് ഗുണ്ടാ ലുക്ക് എന്ന് പറയാം. അയാളുടെ നല്ല കാലമെല്ലാം കണ്ട ആരാധകർ അത് വേദനയോടെയാണ് കണ്ടുനിന്നത്. പഞ്ചാബ് കുപ്പായത്തിൽ ഓപ്പണറായി എത്തിയ സെവാഗ് ഒരിക്കലും പോയ കാലത്തെ സെവാഗ് ആയിരുന്നില്ല. പല മത്സരങ്ങളിലും മികച്ച തുടക്കം കിട്ടിയെങ്കിലും കൺവേർട്ട് ചെയ്യാനായില്ല. കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ 72 റൺസ് നേടിയെങ്കിലും അതിനായി 50 പന്തുകളും നേരിടേണ്ടി വന്നു. തുടർ പരാജയങ്ങളായതോടെ സെവാഗിന് നേർക്ക് വലിയ വിമർശനങ്ങൾ ഉയർന്നു. മോശം ഫോമില്ലായ്മയുടെ കാലം വ്യക്തി ജീവിതത്തിലേക്കും ബാധിച്ചു തുടങ്ങി. സ്കൂളിലേക്ക് പോയ തൻ്റെ മകൻ സഹപാഠികളിൽ നിന്നും രൂക്ഷമായ പരിഹാസങ്ങളാണ് ഏറ്റുവാങ്ങിയതെന്നാണ് സെവാഗ് പിന്നീട് അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. പക്ഷേ സെവാഗ് കത്താതിരുന്നിട്ടും സീസണിൽ പഞ്ചാബ് ഹൈ വോൾട്ടേജിലാണ് കുതിച്ചു പാഞ്ഞത്. അതിന് കാരണം ഒരു ഓസ്ട്രേലിയക്കാരനായിരുന്നു, ഗ്ലെൻ മാക്സ്വെൽ. ആ സീസണിൽ മുംബൈയിൽ നിന്നും പഞ്ചാബിലേക്ക് വന്നെത്തിയ മാക്സ്വെൽ അന്ന് ബീസ്റ്റ് മോഡിലാണ് അടിച്ചു തകർത്തത്. കൂടെ ഡേവിഡ് മില്ലർ ബാറ്റിംഗിലും സന്ദീപ് ശർമ്മയും അക്ഷർ പട്ടേലും ബൗളിംഗിലും മിന്നിയതോടെ പഞ്ചാബ് ആളിക്കത്തി. പോയിന്റ് പട്ടികയിൽ ഒന്നാമന്മാരായാണ് ലീഗ് ഘട്ടം അവസാനിപ്പിച്ചത്. പക്ഷേ ആ കോൺഫിഡൻസിൽ ക്വാളിഫയറിൽ കൊൽക്കത്തയോട് മുട്ടിയ പഞ്ചാബിന് തോൽവി. ഫലത്തിൽ ഫൈനലിൽ എത്തണമെങ്കിൽ നിർണായകമായ എലിമിനേറ്ററിൽ വിജയിക്കണം. പക്ഷേ അവിടെ കോർക്കേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ്. പോയ 2 തവണയും ഫൈനൽ കളിച്ച ധോണിപ്പടയാകട്ടെ രണ്ടും കൽപ്പിച്ചാണ് എലിമിനേറ്ററിന് വന്നത്. സീസണിൽ പഞ്ചാബ് തകർപ്പൻ ഫോമിലാണെങ്കിലും നോക്കൌട്ടിൽ ചെന്നൈക്ക് തന്നെയാണ് എല്ലാവരും സാധ്യത കൽപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിലാണെങ്കിൽ അത് മഹേന്ദ്ര സിംഗ് ധോണി യുഗമാണ്. ക്യാപ്റ്റൻ കസേരയിൽ ഇരിക്കുന്ന ധോണി തന്നെയാണെന്ന് ടീം സെലക്ഷനും കൈകാര്യം ചെയ്യുന്നത് എന്ന് പരസ്യമായ രഹസ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സെവാഗിനെ ഇന്ത്യൻ ടീമിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തിയത് ധോണിയാണെന്ന് വീരുവിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിച്ചു. കൂടാതെ ധോണിയും സെവാഗും ടീമിൽ ശീതയുദ്ധമാണെന്ന രീതിയിലുള്ള വാർത്തകളും അക്കാലത്ത് ഏറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മറുപടിക്കായി സെവാഗ് ആരാധകരും കാത്തിരുന്നു. അങ്ങനെ നിർണായകമായ എലിമിനേറ്റർ പോരിനായി മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഒരുങ്ങി. മത്സരത്തിൽ ടോസ് നേടിയ ധോണി കൂടുതൽ ആലോചിക്കാതെ പഞ്ചാബിനെ ബാറ്റിങ്ങിന് അയച്ചു. സ്വതസിദ്ധമായ രീതിയിൽ സെവാഗ് ക്രീസിലേക്ക് നടന്നെടുത്തു. കൂടെയുള്ളത് മനൻ ബോഹ്റ. ആദ്യ ഓവർ എറിയാനെത്തിയത് ആശിഷ് നെഹ്റ. തട്ടിയും മുട്ടിയും തുടങ്ങിയ ആ ഓവറിൽ അവസാന പന്തിൽ സെവാഗ് ഒരു ബൗണ്ടറി വായിച്ചു. മോഹിത് ശർമ്മ എറിഞ്ഞ 2ാം ഓവറിലും കണ്ടു സെവാഗിൻ്റെ ട്രേഡ് മാർക്ക് പതിഞ്ഞ ഒരു ബൗണ്ടറി. എങ്കിലും വലിയ റൺസൊന്നും ആ ഓവറുകളിൽ വന്നില്ല. ധോണി 3ാം ഓവർ എറിയാനായി ഈശ്വർ പാണ്ഡെയെ വിളിച്ചു. ആ ഓവറിലെ 3ാം പന്തിൽ സെവാഗ് ഒരു ബൗണ്ടറി വായിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ഓഫിലേക്ക് വന്ന പന്തിനെ തൻ്റെ മാജിക്കൽ ടച്ചിലൂടെ സെവാഗ് തേർഡ് തലോടി വിട്ടു. തൻ്റെ ഹാൻഡ് ഐ കോർഡിനേഷന് ഒരു ഇടിവും തട്ടിയിട്ടില്ലെന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നത്. പിന്നാലെ അടുത്ത പന്തും ഒരു പവർ ഹിറ്റിലൂടെ ബൗണ്ടറിയിലേക്ക്. കാട് കയറി തുടങ്ങുന്ന ഒരു ഒറ്റക്കൊമ്പൻ്റെ ഭാവത്തിൽ സെവാഗ് ക്രീസിൽ നിൽക്കുകയാണ്. സെവാഗിൻ്റെ ഓരോ ബൗണ്ടറിയിലും ക്യാമറകൾ ധോണിയുടെ മുഖത്തേക്ക് നീണ്ടു. 4ാം ഓവറിനായി ആശിഷ് നെഹ്റയെ ധോണി വിൽക്കുകയാണ്. പക്ഷേ ഫുൾ ഫ്ലോയിൽ നിൽക്കുന്ന വീരേന്ദർ സെവാഗിനെ വല്ല കുലുക്കവും ഉണ്ടാകുമോ? നെഹ്റയുടെ ആദ്യ 3 പന്തുകളും ബൗണ്ടറിയിലേക്കാണ് പാഞ്ഞത്. ദാറ്റ് ഈസ് വിൻറ്റേജ് സെവാഗ് എന്നായിരുന്നു രവിശാസ്ത്രിയുടെ കമൻ്ററി. സെവാഗിൻ്റെ ഓരോ ബൗണ്ടറികൾക്കൊപ്പവും തല കുനിച്ചു നിൽക്കുന്ന ധോണിയുടെ മുഖവും ക്യാമറയിൽ പതിഞ്ഞു. സെവാഗ് ആരാണെന്നും അദ്ദേഹം കത്തിയാൽ എന്തുണ്ടാകുമെന്നും അറിയുന്ന ധോണി ഒരു അപകടം മുൻകൂട്ടി കണ്ടിരിക്കണം. ഈ കുതിപ്പിന് കടിഞ്ഞാണിടാൻ പവർ പ്ലേ തീരാൻ കാത്തു നിൽക്കുകയായിരുന്നു ധോണി. പവർ പ്ലേക്ക് ശേഷമുള്ള ആദ്യ ഓവർ ഏൽപ്പിച്ചത് രവിചന്ദ്രൻ അശ്വിനെ. പക്ഷേ ആ പന്ത് അശ്വിനെ എറിഞ്ഞതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. തലക്ക് മുകളിലൂടെ ഒരു മൂളക്കം പോലെ പാഞ്ഞ ഷോട്ട് വന്ന് വീണത് സൈഡ് സ്ക്രീനിൽ. അടുത്ത ഓവറിൽ ജഡേജയ്ക്കും കിട്ടിയ ഒരു സിക്സർ. 10ാം ഓവർ എറിയാനെത്തിയ ജഡേജയെ തുടരെ 2 ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് സെവാഗ് പഞ്ചാബിൻ്റെ സ്കോർ ബോർഡിനെ 100 കടത്തി. പ്രതീക്ഷിക്കാത്തൊരു വിരുന്ന് കിട്ടിയ സന്തോഷമായിരുന്നു പ്രീതി സിൻഡയ്ക്ക്. 11ാം ഓവർ എറിയാനെത്തിയ ഈശ്വർ പാണ്ഡെ നന്നായി തന്നെ അത് തീർത്തു. മനൻ ബോഹ്റയുടെ വിക്കറ്റ് അടക്കം ആ ഓവറിൽ കിട്ടിയത് 2 റൺസ് മാത്രം. ആ ഓവറിൽ സെവാഗ് വലിയ ഷോട്ടുകൾക്ക് മുതിർന്നെങ്കിലും ലക്ഷ്യത്തിനെത്തിക്കാനായില്ല. ആ കയ്യിൽ നിൽക്കുന്ന സെവാഗിന് മുന്നിലേക്ക് ധോണി ആശിഷ് നെഹ്റയെ വീണ്ടും അയച്ചു. പക്ഷേ ഞൊടിയിടക്കുള്ളിൽ ധോണിക്ക് ആ തീരുമാനം വേണ്ടായിരുന്നുവെന്ന് തോന്നിക്കാണണം. റൗണ്ട് വിക്കറ്റായ പന്ത് വീണത് ഗാലറിയിൽ. 2ാം പന്താകട്ടെ അയാളുടെ പ്രതിഭയുടെ വിളംബരമായിരുന്നു. ഷോർട്ട് ലെങ്തായ പന്തിനെ ലോങ് ഓളിലേക്ക് അടിച്ച ഷോട്ടിന് വല്ലാത്ത ഭംഗിയുണ്ട്. മെൽബണിലും മുൾട്ടാനിലുമെല്ലാം ടെസ്റ്റ് മത്സരങ്ങളിൽ പോലും ബോളർമാരെ നിലത്ത് നിർത്താത്ത ഒരു റയർ ജീനിൻ്റെ ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. കൂടെ താൻ ഇന്നും അൺപ്രഡിക്റ്റബിൾ ആണെന്ന പ്രഖ്യാപനം കൂടിയാണ് സെവാഗ് എന്ന വാങ്കഡയിൽ നടത്തിയത്.
ഓവറുകൾ പിന്നെയും മാറി മാറി വന്നു. പക്ഷേ കലി കയറിയ സെവാഗിനെ ഒന്നും ഒരു വിഷയമായില്ല. പന്തെടുത്ത ആരും ആ ചൂട് അറിയാതെ പോയതുമില്ല. ഒടുവിൽ 16-ാം ഓവറിൽ സെഞ്ചുറിക്കായി സെവാഗ് ബാറ്റുയർത്തുമ്പോൾ വാങ്കഡയൊന്നാകെ അതിനൊപ്പം ചേർന്നു. അല്ലെങ്കിലും വീരേന്ദ്ര സെവാഗ് എന്ന ഫയർ ബാൻഡ് കത്തിത്തുടങ്ങുമ്പോൾ അത് ഏത് ക്രിക്കറ്റ് ആരാധകനാണ് സന്തോഷം നൽകാത്തത്? ജഡേജയും അശ്വിനും അടക്കമുള്ള അന്നത്തെ ഇന്ത്യയുടെ പ്രീമിയം സ്പിന്നർമാരും എന്താണ് സെവാഗിൻ്റെ റേഞ്ച് എന്ന് നേരിട്ടറിഞ്ഞു. ഒടുവിൽ 19-ാം ഓവറിൽ നെഹ്റുയുടെ പന്തിൽ ഡുപ്ലസിന് പിടികൊടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ 58 പന്തിൽ നിന്നും 122 റൺസായിരുന്നു സെവാഗിൻ്റെ സമ്പാദ്യം. ചെന്നൈ താരങ്ങൾ ഈഗോകളില്ലാതെ ആ മാസ്മരിക് ഇന്നിങ്സിനെ കൈകൊടുക്കാനെത്തി. ആ ബലത്തിൽ പഞ്ചാബ് കുറിച്ചത് 226 റൺസ്. പക്ഷേ ഈ മത്സരത്തിനൊരു ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് വിജയമുറപ്പിച്ച് പന്തെറിയാൻ വന്ന പഞ്ചാബിനെ ഒരു ഇടങ്കയ്യൻ നിന്നു കത്തിച്ച നിമിഷങ്ങൾ. പഞ്ചാബ് ബോളർമാർക്കും പി സിന്ധുക്കും പൊന്നിച്ച പാരെ ഓവറുകൾ. സുരേഷ് റെയ്ന എന്ന ചെന്നൈയുടെ ക്രൈസിസ് മാനേജർ ഇരട്ടി വീര്യത്തിൽ തിരിച്ചടിച്ചതോടെ സ്കോർ ബോർഡ് ഹൈ സ്പീഡിലേക്ക് മാറി. 6 ഓവർ പൂർത്തിയാകുമ്പോൾ ചെന്നൈ സ്കോർ 100 കടന്നു. റെയ്ന നടത്തിയ അപ്രതീക്ഷിതഗാമിയോ എല്ലാവരുടെയും കണ്ണു തള്ളിച്ചെന്ന് പറയാം. ഒരു ബൗളറെയും റെയ്ന നിലത്ത് നിർത്തിയതേയില്ല. റെയ്ന ആളിക്കത്തിയതോടെ പഞ്ചാബ് ഒരു തോൽവി തന്നെ മുന്നിൽ കണ്ടു. ഒടുവിൽ ഇല്ലാത്ത റൺസിനോട് പുറത്താകുമ്പോഴേക്കും റെയ്ന അടിച്ചുകൂട്ടിയത് 25 പന്തിൽ 87 റൺസായിരുന്നു. ടീം സ്കോർ 100-ലെത്തിയതിൽ 87 റൺസും സ്വന്തം പേരിൽ. പക്ഷേ ആ ദിവസം സെവാഗിൻ്റെ പേരിൽ കുറിക്കപ്പെടാൻ വിധിച്ചതായിരുന്നു. മറ്റൊരാൾക്കും റെയ്നയുടെ തീ ഏറ്റെടുക്കാനായില്ല. ഒടുവിൽ 24 റൺസ് വിജയത്തോടെ പഞ്ചാബ് ഫൈനലിലേക്ക്. ഒരു IPL ഇന്നിങ്സ് ആണെങ്കിലും സെവാഗ് ആരാധകർക്ക് അതൊരു സ്പെഷ്യൽ ഇന്നിങ്സ് തന്നെയായിരുന്നു. കാരണം തീർന്നെന്ന് കരുതിയെടുത്തു നിന്നാണ് അയാൾ തീപ്പന്തമായത്. പിന്നീട് ഒരിക്കലും വീരുവിനെ ഫുൾ ഫ്ലോയിൽ ക്രീസിൽ കാണാനായിട്ടില്ല. ഫൈനലിലേക്ക് മുന്നേറിയെങ്കിലും അവിടെ പഞ്ചാബ് കൊൽക്കത്തയോട് തോൽക്കുകയും ചെയ്തു. സെവാഗിനാണെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് ഒരു മടങ്ങിവരവും ഉണ്ടായില്ല. ഒരു IPL സീസൺ കൂടി കളിച്ചെങ്കിലും താളമില്ലാതിരുന്ന സെവാഗ് പിന്നീട് വിരമിക്കലും പ്രഖ്യാപിച്ചു. എങ്കിലും ഓർമ്മകൾ മറിച്ചു നോക്കുമ്പോൾ ആ ഇന്നിങ്സിനെ നെടുവീർപ്പോടെയല്ലാതെ ഓർക്കാനാകില്ല, പ്രത്യേകിച്ചും സെവാഗ് ആരാധകർക്ക്.